ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളൊക്കെയായി ഒരു വീഡിയോയും കാര്യങ്ങളും ചെയ്തിട്ടും ബിഗ് ബോസിൻ്റെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുടുംബത്തിലെന്നല്ല ഒരു മരണം സംഭവിച്ചു. എൻ്റെ അച്ഛൻ മരണപ്പെട്ടതിൻ്റെ ആ ഒരു കാര്യം വെച്ച് എനിക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇപ്പോൾ അതിൻ്റെ ഓരോ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വന്നിപ്പോൾ എൻ്റെ ഏകദേശം ആൾമോസ്റ്റ് ഇറക്കാൻ സമയത്ത് ഞാനിപ്പം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അത് പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 36 കണ്ട സമയത്ത് തോന്നിയൊരു കാര്യവും ഇത് ഞാൻ കുറച്ചും കൂടെ മുന്നേ ഈ ഒരു കാര്യം പറയണമായിരുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജിസൈൽ എന്ന് പറഞ്ഞ ആ ഒരു കണ്ടസ്റ്റൻറ്റിന് ബിഗ് ബോസും ആ ഒരു ക്രൂവും എന്തെങ്കിലും പ്രത്യേക പരിഗണന അവിടെ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു അവർക്ക് വേണ്ടിയുള്ളൊരു പ്രിവിലേജും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അവിടെ കൊടുക്കുന്നുള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ജിസയിൽ എന്തിലും അധികാരം കാണിക്കാം, എന്തും പറയാം, എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം. പക്ഷേ അത് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും കാരണം ജിസയിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ മോഹൻലാലും നോട്ടീസപ്പ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ബിഗ് ബോസും ഒന്നും ചെയ്യുന്നില്ല. അവർക്കിവിടെ എന്ത് വേണമെങ്കിലും കാണിക്കാനുള്ളൊരു ഫ്രീഡം അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നിപ്പോകാറുണ്ട്. അങ്ങനെ തോന്നി പല കാര്യങ്ങളിലും അങ്ങനെ എനിക്ക് കാണാൻ വേണ്ടി പറ്റി. അത് എന്താണ് ഇവിടെ മറ്റ് ഹൗസ് മേറ്റ്സിന് പോലും ഇല്ലാത്ത ഒരു പ്രത്യേകതരം ഒരു അധികാരം ഇവിടെ എന്താണ് ജിസേലിന് മാത്രം ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. ജിസേൽ വന്നിട്ട് എന്തിലും കയറി അങ്ങ് അധികാരം കാണിക്കുകയാണ്, അഭിപ്രായങ്ങൾ പറയുകയാണ്, എന്തും അങ്ങ് എൻ്റെ മുകളിൽ ആരുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അവരുടെ ഒരു അഴിഞ്ഞാട്ടം പോലത്തെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ സീസണിൻ്റെ ഇത്രയും നാളായിട്ട് ഇതൊന്നിലും കാണാൻ പറ്റാത്ത ഒരു പ്രത്യേക ഒരു ഡേർട്ടി ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ജിസയിലൂടെ കാണുന്നത്. ജിസയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സ്ഥാനം അവിടെ ഉണ്ടെന്നാണ് എനിക്ക് പറയേണ്ടത്. അതായത് ബിഗ് ബോസ് ഹിന്ദി എന്ന് വന്നെന്നുള്ളൊരു കാര്യം പരിഗണന, അല്ലെങ്കിൽ അവർ ഒരു ടോപ്പ് ലെവലാണെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അവർക്ക് ഇങ്ങനെ അതിൻ്റെ പ്രത്യേക പരിഗണന ഉണ്ടോ. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. അനിമോൾ അന്ന് പറഞ്ഞ ഒരു വിഷയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അനിമോൾ അവിടെ ഉറച്ചു നിന്നു ആ ഒരു കാര്യത്തോട്. ഇത് ഇപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പം ആര്യൻ കദോരിയെയും ജിസേൽ തമ്മിൽ കിസ് ചെയ്തെന്നാണ് അവിടെ പറയുന്നത്. ആ ഒരു സംഭവത്തോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ പുതപ്പിനടിയിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ക്യാമറ വെച്ച് കാണിക്കാൻ വേണ്ടി പറ്റുമോ? അനിമോൾ പല സ്റ്റേറ്റ്മെൻ്റ് എന്താണ്, ജയിലിൽ നിന്ന് കിടന്ന സമയത്ത് എനിക്ക് കറക്റ്റ് എൻ്റെ വ്യൂ പോയിൻറ്റിലൂടെ അത് കാണാൻ വേണ്ടി പറ്റുന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലും കാണിക്കാൻ ബിഗ് ബോസ് എന്താ പറ്റാത്ത എന്താ അത് കാണിക്കുക? അനിമോൾ നോക്കുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഈ 75 ക്യാമറ അല്ലെങ്കിൽ 100 ക്യാമറ ഇരിക്കുന്നതിലൊന്നും ഇതൊന്നും പതിയുന്നില്ലേ? അതാണ് എനിക്ക് ചിന്തിക്കേണ്ട കാര്യം. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ഇവിടെ ജിസേലിന് എന്തൊക്കെയോ ചില പ്രത്യേകമായ കുറച്ച് അധികാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നവർ, ഇത് ചെയ്യിപ്പിക്കുന്നവർ, അങ്ങനെ ചെയ്യുന്നവർ, ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഇവരെ വെച്ച് ഈ ഷോയുടെ ഒരു ഹൈപ്പ് കൂട്ടുകയാണെന്നുള്ള എനിക്ക് തോന്നിപ്പോകാറുണ്ട്. മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക പരിഗണനയും കാര്യങ്ങളൊക്കെ ജിസേലിനെ മാത്രം ഇവിടെ എന്താണ് വരുന്നതാണ് പിന്നെ ചിന്തിക്കുന്നത്. അവർക്ക് വേണ്ടി മാത്രം ഇവിടെ ഇത്രയേറെ ഒരു പരിഗണന എന്താണ് ഇവിടെ ജിസേലിനോടുള്ള എന്താണ് എനിക്കറിയത്തില്ല എന്താണെന്ന്. പല കാര്യങ്ങൾ ഇന്നലെ തന്നെ ആ ഒരു ബിന്നിയുടെ ആ ഒരു കിച്ചൺ ഇഷ്യൂവിൽ കയറി അനാവശ്യമായിട്ട് അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുക. അവിടെ വേറെ ആർക്കും ഇവിടെ ചോദിക്കണ്ട, അവിടെ ജിസേലിന് മാത്രം ഇവിടെ ചോദ്യങ്ങളും കാര്യങ്ങളെല്ലാം അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ജിസേലിനെ ബിഗ് ബോസും ആ ഒരു ടീം എന്തൊക്കെയോ കുറേ പ്രത്യേക പരിഗണനകൾ കൊടുത്ത് അങ്ങനെയൊക്കെ ആ മേക്കപ്പ് ഇടുന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു മേക്കപ്പ് കിറ്റിൻ്റെ സാധനങ്ങൾ പിന്നെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിസേലിനെ ഒട്ടും അങ്ങോട്ട് ഒരു ബിഗ് ബോസ് നന്നായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടൻറ്റിന് വേണ്ടി അങ്ങോട്ട് എടുത്ത് എന്തൊക്കെയോ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു പ്രത്യേക പരിഗണന അല്ലെങ്കിൽ പ്രത്യേക ചില സ്ഥാനമാനങ്ങൾ കൊടുത്ത് ഇരുന്നായിട്ടൊക്കെ എനിക്ക് തോന്നാറുണ്ട്. മറ്റാർക്കും ഇല്ലാത്ത ഒരു പരിഗണന അവിടെ ജിസേലിന് മാത്രം ഇങ്ങനെ എനിക്കറിയാം. ജിസേലിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വന്നാലോ അതിനെ പിന്നെ അത് പറയുന്നവർ പിന്നെ കുറ്റക്കാരാകുന്നു, അവരെ അങ്ങ് സേവ് ചെയ്യുന്നു. പിന്നെ അവരെ എത്രയേറെ അങ്ങ് കുറ്റക്കാരാക്കാൻ വേണ്ടി പറ്റുമോ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ആ ഒരു കാര്യം വെച്ച് എൻ്റെ ഒരു വ്യൂ പോയിൻറ്റോട് ഞാൻ ഒരു കാര്യം പറയണം. ജിസേലിന് ഇവിടെ എന്തോ ഒരു പ്രത്യേക പരിഗണനയും കൊണ്ട് ഇത് ഇവിടെ നിൽക്കത്തില്ല. ഇതിങ്ങനെ പൊയ്ക്കൊണ്ട് ജിസേലിന് എന്ത് കാണിച്ചാലും അതിനൊരു തക്കതായ ഒരു ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുക. ജിസേലിനൊക്കെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് തെറ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ബിഗ് ബോസും കാണുന്നില്ല, ആരും കാണുന്നില്ല എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് പേഴ്സണലി പറയേണ്ട കാര്യം. എന്തോ വല്ലാത്ത രീതിക്ക് ഒരു പരിഗണന ഇവിടെ കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. സോ ആ ഒരു കാര്യം വെച്ച് ജിസേലും ബിഗ് ബോസ് തമ്മിലുള്ള ഒരു ഏഷ്യൻ ടീം തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് നടക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ജിസേലിന് മറ്റുള്ള
കണ്ടസ്റ്റൻസിനെ പോലത്തെ പരിഗണനയും കാര്യങ്ങളും മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ അവർക്കിവിടെ ഒരു പ്രത്യേകമായിട്ടുള്ളതൊന്നുമില്ല. അവർക്കിവിടെ എണ്ണിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ജിസയിൽ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് വെക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ആ ഒരു കാര്യം ചിത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. ജിസയിലിനെ ബിഗ് ബോസോ എന്തോ ഒരു പ്രത്യേക ഒരു പരിഗണന കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് തോന്നാറുണ്ട്. അവർക്ക് എന്ത് ചെയ്താലും ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷേ അവർക്ക് എഗെയിൻസ്റ്റോ അവർ കാണിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയോ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നവർ കുറ്റക്കാരാവുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ അവർക്ക് എന്തിലും കയറിയും കട ഇവിടെ എന്ത് ചെയ്യാൻ എന്ത് വേണോ ചെയ്യാം. അതിൽ തെറ്റോ ശരിയോ ഒന്നുമില്ല. അതിവിടെ ചോദ്യം ചെയ്യാനും വേണ്ടി ഇവിടെ ആരുമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നിലപാട് പരമായിട്ട് ഓരോ കാര്യങ്ങൾ പോകുന്നതായിട്ട് എൻ്റെ പലതവണ ഞാൻ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. സ്ട്രിക്റ്റ്ലി ആയിട്ടുള്ള ഒരു ലോ ആണെങ്കിൽ അത് എല്ലാവരും പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാത്രം ഇവിടെ ഒരു പരിഗണന ഇവിടെ കൊടുക്കല്. പിന്നെ അവർക്ക് വേണ്ടി കുറച്ച് അധികാരങ്ങളും കൊടുക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ആ ഒരു കാര്യം വെച്ച് ഇത്രേ പറയാൻ വേണ്ടിയുള്ളൂ. ജിസയിൽ തെക്രലിന് എന്തോ ഒരു പ്രത്യേക പരിഗണന മോഹൻലാലും ബിഗ് ബോസും ആ ഒരു ടീമും കൊടുക്കുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇത്രയുള്ളൂ പറയാനായിട്ട്.